സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. മോഡൽ സ്കൂളിൽ നിന്നാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആയത്. പിന്നെ കോളേജ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയി. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു. പിന്നെ സിനിമയിൽ വന്നപ്പോൾ ബെസ്റ്റ് ആക്ടറായി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫാണ് ആ സിനിമയിൽ കൂടുതൽ. അതെനിക്കറിയില്ല. അങ്ങനെ 20 കാണിച്ചു കൊടുത്തത്. അപ്പോൾ അദ്ദേഹം ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നതുകൊണ്ടാണ് അവർ പ്ലാറ്റിനം കൊടുത്തത്. സന്തോഷം പറഞ്ഞു, എനിക്ക് പ്ലാറ്റിനോ വെള്ളിയോ ചെമ്പോ എന്ത് തന്നാലും മതി പറഞ്ഞു. എനിക്ക് അതൊരു കോൺഫിഡൻസ് ആണ്. പുള്ളി പറഞ്ഞു, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് പഠിച്ച ആളാണ്, എനിക്ക് ബെൻസിൽ ഓടിക്കാം, ഓട്ടോറിക്ഷ. ഗോപിയാശൻ അവിടെ പാവം ഇരിക്കും. പക്ഷേ അദ്ദേഹം കർണനായിട്ടോ മറ്റോ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ പ്രസൻസ്, ഈ കഥകളി വേഷം കെട്ടണമല്ലോ. ഞാൻ 13 മണിക്കൂറൊക്കെ അത് കെട്ടി നിന്നിട്ടുണ്ട്. അവർ പോലും നിൽക്കില്ല. അപ്പം അത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണനാരാശാനെ പോലെ ഉണ്ട് എന്ന്. അപ്പം അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പം പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. നമ്മൾ കണ്ട ചില ആൾക്കാരെ ഇപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ, ജഗദീഷ് കുമാരൊക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്യും. അല്ല, അത്തരം പ്ലേയിലേക്ക് ഇനിയും പോകണമെന്നുണ്ടോ? ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ ഈ ബറോസ് ഉണ്ടായത്. ഒരു ആക്ടർ ആകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അങ്ങനെ അത് അറിയാതൊരു ഡെസ്റ്റിൻഡാണ്. ഇപ്പോൾ തിരുനോട്ടത്തിൽ നിന്ന് ബറോസിലെത്തി നിൽക്കുകയാണ്. അന്നേരം ഒരു കുസൃതി ചോദ്യമാണ്, അഭിനയം ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും പോം വഴിയുണ്ടോ, വല്ല മരുന്നുണ്ടോ? അല്ല, അഭിനയിക്കാതിരിക്കുക. കർണഭാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ, ഇതിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലാക്ക് ഔട്ട് എന്ന് പറയും. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അടുത്ത ഡയലോഗ് അറിയില്ല. എനിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഏകാന്തത ഇഷ്ടപ്പെടും. എനിക്കിരിക്കാൻ ശിവാജി സാറ് തന്നെ വളരെ ഇന്ത്യൻ സിനിമയിലാനായിട്ട് ഒരു പ്രതിഭാസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മറിച്ച് വ്യത്യസ്തമായിരുന്നു MGR. അദ്ദേഹം ഒരു നടനായി, പിന്നെ രാഷ്ട്രീയ നേതാവായി, മുഖ്യമന്ത്രിയായി. അത് 20 എന്നുള്ളൊരു കഥാപാത്രം. ഇപ്പം ലാൽ സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ഷനും കട്ടിനും ഇടയിലാണ് അഭിനയം എന്ന്. പക്ഷേ എന്നാൽ ഇതൊരു ജീവിച്ചിരുന്ന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വേഷമായിരുന്നു. MGRലേക്കുള്ള ആ ഒരു പകർന്നാട്ടം, അത് വാസ്തവത്തിലൊരു എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അല്ല, നമ്മൾ സിനിമ തുടങ്ങി അത് കഴിയുന്നിടം വരെ MGR അല്ലെങ്കിൽ ഇത് കരുണാനിധി അല്ലെങ്കിൽ ജയലളിത എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. 2 ഫ്രണ്ട്സിൻ്റെ കഥയായിട്ടാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കത് അവരിലേക്കുള്ള കഥയാണെന്ന് മനസ്സിലായി. പിന്നെ ആ സമയത്ത് അവിടെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ സെൻസറിനൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ആ സിനിമ അന്ന് ഉണ്ടായത്. നമ്മൾ MGR എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു മാനറിസങ്ങളും അതിൽ സിനിമയിലെ മാനറിസങ്ങൾ, അദ്ദേഹത്തിന് ഒരുപാട് സിനിമയിൽ സ്റ്റൈലില്ല. അപ്പോൾ അതിനെ ഒരു ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്കൊരു മോക്കറിയായി. ഇപ്പോൾ അത് അദ്ദേഹത്തിനെ കളിയാക്കുന്ന പോലെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫാണ് ആ സിനിമയിൽ കൂടുതൽ. അതെനിക്കറിയില്ല. അല്ല, അദ്ദേഹത്തിനെ അറിയാം, പരിചയമുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. MGRനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. MGRന്റെ ഫാനായിരുന്നു, ഭയങ്കര ഫാനായിരുന്നു. അതെ, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ. പക്ഷെ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾക്കാർ പലരും പറഞ്ഞു, ഒരുപാട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലെ മാനറിസം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനൊരു ഇത് വെടി കിട്ടിയിട്ടൊക്കെ ഒരു കോളർ. അതെ അതെ. അപ്പം ഞാൻ അത് അറിയാം, അത് നമ്മൾ എഴുതി വെച്ചിട്ടൊന്നും ഒരു കർച്ചീഫ്, ഞാൻ എനിക്കൊരു കർച്ചീഫ് വേണമെന്നാണ്. അദ്ദേഹം അതങ്ങനെ ചെയ്തിരുന്നു. അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഓടിപ്പോകുന്ന കാര്യം നടക്കുന്ന പെട്ടെന്ന് സ്പീഡിലാണ്. ഒരു സ്റ്റേജിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് കയറിപ്പോകാനാണെങ്കിലും പുള്ളി അങ്ങനെ ഓടി കയറിപ്പോകും. പിന്നെ അദ്ദേഹം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റേജിൽ പോലും അദ്ദേഹം, നമ്മളൊക്കെ എപ്പോഴും ചെയ്യാം, ഒരു ഫങ്ഷൻ ഇരുന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കൈയൊന്ന് ചൊറിയുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല. അത്രയും കെയർഫുള്ളായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് അത്രയും ആ പ്രൊഫഷനോടും പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ആ സിനിമ എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചില്ല. അത് ഇന്ത്യ മുഴുവൻ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതൊരു ആക്ടറാണ് തുടങ്ങിയിട്ട് ഒരു പൊളിറ്റിക്കൽ ഇതിലൊക്കെ പോയി നിൽക്കുന്ന സിനിമയാണ്. അത് ഈ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമകളിലെ ഒരു 100 സിനിമ ഒരു സിനിമയാണത്. ഒരു ഭയങ്കരമായിട്ട് ഒരു ക്രാഫ്റ്റ് വൈസൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വേണമെന്നാണ്. അത് മാത്രമല്ല, ആ ഒരു കഥാപാത്രത്തെ ഞാനിപ്പം സ്തുതി പറയേണ്ട കാര്യമൊന്നുമില്ല. ലാൽ സാറ് ചെയ്ത പോലെ ആർക്കും ചെയ്യാൻ പറ്റില്ലെന്ന് എത്ര ആൾക്കാരാണ് ഇപ്പോഴും. ഞാൻ പറയാം, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് ഈ കലാദേവതയുടെ അനുഗ്രഹം ഇങ്ങനെ തിളങ്ങി നിന്ന ഒരു ചിത്രമായിരുന്നു അല്ലേ ആ സിനിമ. അതിനെക്കുറിച്ച് പെട്ടെന്ന് ഈ വാനപ്രശ്നം ഷൂട്ട് ചെയ്തത്
ഒരു ഫ്രഞ്ച് ക്യാമറാമാനായിരുന്നു ആദ്യം റെനാറ്റോ ബെർട്ടോ. റെനാറ്റോ ബെർട്ടോ. പിന്നെ സന്തോഷം. അപ്പോൾ റെനാറ്റോ ബെർട്ടോ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് നിക് നെയിം മില്ലിമീറ്റർ എന്നാണ്. കാര്യം അത്ര പ്രിസിഷനിലെ ഷൂട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് അവർക്ക് ഒരു യൂണിയൻ്റെ ഇതൊക്കെ ഉണ്ട്, 8 മണിക്കൂറേ ജോലിയുള്ളൂ. അപ്പം നമ്മളത് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് 12 hours ആക്കി തന്നു. അപ്പം അവർ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ക്ലോക്ക് സ്റ്റാർട്ടാവും. 12 മണിയാകുമ്പോൾ എങ്ങനെയാണോ അപ്പം നിർത്തിയിട്ട് പോകും. കാര്യം അവർക്കത് സിസ്റ്റമാണ്, അവർക്ക് നമ്മൾ പോയി പറഞ്ഞാലൊന്നും. അപ്പോൾ അങ്ങനെ ആയി ഒരു ദിവസം ചിലപ്പോൾ ഒരു ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, 2 ഷോട്ടൊക്കെ ആയി. അപ്പോൾ നമ്മൾ അത് പാക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല. എനിക്കും പുള്ളിക്കും ചില ഈ അവിടുത്തെ വീടുകളിലൊക്കെ കൺസ്ട്രക്ഷനൊക്കെ വേറെയല്ലേ, ലൈറ്റ് അപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രോബ്ലമായി. അപ്പോൾ ഞങ്ങൾ വേറൊരു ക്യാമറാമാനെ വെച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട്, അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം, അപ്പോൾ സിനിമ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ 20 കാണിച്ചു കൊടുത്തത്. അപ്പോൾ അദ്ദേഹം ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു, സന്തോഷം വന്നു. അപ്പോൾ എന്നിട്ട് ഒരു കാര്യം കൂടെ പറയാം സന്തോഷം. അപ്പോൾ അദ്ദേഹം ഷൂട്ട് ചെയ്തത് ഒരു പ്ലാറ്റിനം അങ്ങനെ ആ ഒരു ഫോർമാറ്റിലുള്ള ക്യാമറ വെച്ചാണ്, പാനാവിഷൻ. അതിങ്ങനെ കറക്കിയാണ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ സന്തോഷം വന്നപ്പോഴും ഇത് പാനാവിഷനിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം വന്നതുകൊണ്ടാണ് അവർ പ്ലാറ്റിനം കൊടുത്തത്. സന്തോഷം പറഞ്ഞു എനിക്ക് പ്ലാറ്റിനോ വെള്ളിയോ ചെമ്പോ എന്ത് തന്നാലും മതി പറഞ്ഞു. എനിക്ക് അതൊരു കോൺഫിഡൻസ് ആണ്. റെനാറ്റോ ബെർട്ടോയെക്കാട്ടിലും കോൺഫിഡൻസിലാണ്. നാഷണൽ അവാർഡാണ് അദ്ദേഹത്തിന്. അൺബിലീവബിളായിട്ട് ഷൂട്ട് ചെയ്തു. പുള്ളി പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് പഠിച്ച ആളാണ്, എനിക്ക് ബെൻസിൽ ഓടിക്കാം, ഓട്ടോറിക്ഷ ഓടിക്കാം. എന്നിട്ട് വളരെ ഏറ്റവും അതിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ഇന്നലെ ഞാൻ സന്തോഷ് ശിവനോട് സംസാരിച്ചായിരുന്നു ഇങ്ങനെ ലാൽ സാറിൻ്റെ ഇൻ്റർവ്യൂ ഒരു പക്ഷേ ഇന്ന് നടന്നേക്കുമെന്ന്. പുള്ളി പറഞ്ഞു ആ മനുഷ്യൻ്റെ ഈ കഥാപാത്രത്തിലേക്കൊരു കയറുന്ന ഇതുണ്ടല്ലോ, അതിൻ്റെ വിസ്മയം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞു. ഓരോ ക്യാരക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ കാലാപാനി ആണെങ്കിലും 20 ആണെങ്കിലും വാനപ്രസ്ഥം ആണെങ്കിലും ഇനിയിപ്പോൾ ബെറോസ് ആണ്, എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ. അതൊരു വലിയ നിയോഗമാണ്. ഇപ്പം മറ്റൊരു കാര്യം, ഇപ്പം വാനപ്രസ്ഥത്തിൻ്റെ കാര്യം പറയുമ്പം ഈ കലാമണ്ഡലം കൃഷ്ണൻ നായർ, അമ്മന്നൂർ മാധവ് ചാക്യാർ, കലാമണ്ഡലം ഗോപിയാസൻ, ഇവരുടെയൊക്കെ അഭിനയം കണ്ടിട്ടുണ്ടോ? അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി? ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്, ഗോപിയാശാൻ്റെ കണ്ടിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. കാര്യം ഗോപിയാശാനെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈ കഥകളിയിൽ എത്ര ഭയങ്കര സൗന്ദര്യമുള്ള ഒരാൾ ചിലപ്പോൾ ആ വേഷം കെട്ടി കഴിഞ്ഞാൽ മോശമായി പോകും. പിന്നെ വേഷപ്പകർച്ച വേണം. അതെ അതെ. ഗോപിയാശൻ അവിടെ പാവം പോലെ ഇരിക്കും, പക്ഷേ അദ്ദേഹം കർണനായിട്ടോ മറ്റോ എന്ന് കഴിയുമ്പോഴത്തേക്ക് ആ പ്രസൻസ് ശിവാജി ഗണേശൻ സാറിന് അങ്ങനെയാണ്. അദ്ദേഹം ആ ഡ്രസ്സിട്ട് കഴിയുമ്പോൾ വേറൊരാളായിട്ട് മാറും. വാനപ്രസ്ഥത്തിന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു കഥ വന്നു. അത് ഫസ്റ്റ് ഒരു കോ പ്രൊഡക്ഷനാണ്. അത് ഞാനാണ് ചെയ്തത്. ഈ പറഞ്ഞ ബറോസ് പോലെയാണത്. അത് അന്ന് വരെ ഇന്ത്യയിൽ അല്ല, അവരെ എനിക്ക് വന്ന് ഫുലൻദിയ അങ്ങനൊരു സിനിമയൊക്കെ അതൊക്കെ ടെലിവിഷൻ ആയിട്ടുള്ള കോ പ്രൊഡക്ഷൻ ആയിരുന്നു. ഇതാണ് ഫസ്റ്റ് ഇന്ത്യ ഫ്രാൻസ്. ഷായ് സാർ എൻ്റെ കഥയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും കഥകളി. അപ്പോൾ അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കവാലം നാരായണ പണിക്കർ സാറ് ഇതേ കോൺഫിഡൻസിലാണ് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കഥകളി അല്ലാത്ത നടൻ കഥകളിയായിട്ടും, ബാക്കി എല്ലാവരും കഥകളി നടന്മാരൊക്കെ. എൻ്റെ അമ്മയച്ഛനാണ് ഗോപിയാശാൻ. അദ്ദേഹം അല്ല, അവരൊന്നും കഥകളിയില്ല. പക്ഷേ എന്താ പറഞ്ഞാൽ കുറച്ച് നാൾ അവിടെ നിന്ന് എന്നൊരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ഒക്കെ അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് പഠിക്കാൻ സാധിച്ചു. കുട്ടിക്കാലത്ത് കഥകളി കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി കാണുക. പക്ഷെ അതൊക്കെ നമുക്കൊന്നും അറിയില്ലല്ലോ, അതിൻ്റെ മുദ്രയുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ സിനിമ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഗോപിയാശാൻ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ അല്ലല്ല, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അതിലൊരു കോൺഫിഡൻസോ അങ്ങനെയൊന്നും പറയുന്നില്ല. കോൺഫിഡൻസ് അല്ല, ഞാൻ ആദ്യമായിട്ട് അവിടെ പോയി ഈ കഥകളി വേഷം കെട്ടണമല്ലോ. ഞാൻ 13 മണിക്കൂറൊക്കെ അത് കെട്ടി നിന്നിട്ടുണ്ട്. അവർ പോലും നിൽക്കില്ല എന്നാ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത് ഉടുത്ത് കെട്ടി നമുക്കൊന്നും ഒരു ബാത്റൂമിൽ പോലെ ഒന്നും പോകാൻ പറ്റില്ല. ഞാൻ കിരീടവും വെച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ നിൽക്കുകയാണ് എൻ്റെ ഷോട്ട് എടുക്കാനായിട്ട്. ആദ്യം അപ്പം വളരെ ദൂരെ മാറിയെന്ന് എന്നെ ഡ്രസ്സൊക്കെ ചെയ്ത ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മേക്കപ്പ് മാൻ അവരുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് അയാളെ വിളിച്ചു ചോദിച്ചു എന്താ അവർ പറഞ്ഞത്. അപ്പോൾ അത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു കൃഷ്ണനാരാശാനെ പോലെ ഉണ്ട് എന്ന്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പം പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണം. കാര്യം അത് അങ്ങനെയാണ്. ആ കിരീടം അതൊരു ഗുരുവിനെ ധ്യാനിച്ച് തലയിൽ കെട്ടി ഒറ്റ കെട്ടാത്.
കുറച്ച് നനച്ച് കെട്ടും, അത് ഊരിപ്പോകാൻ പാടില്ല എന്നാണ് കഴിയുന്നിടം വരെ. അതൊരു ഭയങ്കര ബിലീഫാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന അവരുടെയൊക്കെ, പിന്നെ എല്ലാ ദിവസവും അവരൊക്കെ നമ്മളെ അനുഗ്രഹിക്കും. കീഴ്പ്പടായാലും കുടമാളൂർ അദ്ദേഹമൊക്കെ നിങ്ങളുടെ അപ്പം നമ്മളിങ്ങനെ പെർഫോം ചെയ്യുമ്പം അവർ വന്ന് പറയും, അദ്ദേഹം വിളിച്ച് പറയാം നമ്മുടെ ആ മദ്ദളം ഇങ്ങനെ മുഖത്ത് വരട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവർ പറഞ്ഞു. എനിക്ക് 2 നാഷണൽ അവാർഡാണ് ആ സിനിമയ്ക്ക്, എൻ്റെ പ്രൊഡ്യൂസറായിട്ടും ആക്ടറായിട്ടും. ഇപ്പം ഇതിനു മുമ്പ് 2 നാഷണൽ അവാർഡ് കിട്ടിയ ചിത്രങ്ങൾ കിരീടവും ഭരതവും അതൊരു ഇമോഷണൽ ഭയങ്കരമായ വൈകാരിക അംശം. അതുകൊണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ കിട്ടി. ജനതാ ഗാരേജ് എന്ന ചിത്രത്തിൽ പ്രത്യേക ജൂറി പരാമർശം മികച്ച നടന് അതും കിട്ടി. ഈ കഥാപാത്രങ്ങളുടെ ഒരു നമ്മൾ ഇതിലേക്ക് ഇഴുകിച്ചേരുന്നതോ അല്ലെങ്കിൽ ആ ഉൾക്കൊണ്ട് ഈ ആക്ഷൻ പറഞ്ഞ ശേഷം വരുന്നത്, പക്ഷേ ഈ കഥാപാത്രങ്ങളുടെ സങ്കടവും ദുഃഖവും അത് ഉള്ളിൽ കൊണ്ട് നടക്കുമോ അതോ സെറ്റിൽ ഉപേക്ഷിച്ചിട്ടാണോ തോന്നുന്നത്? അപ്പം തന്നെ എനിക്ക് തോന്നുന്നു അത്തരം അനുഭവങ്ങൾ കൂടുതൽ വരുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ ചെയ്യുന്നവർക്കാണ്. നമുക്ക് ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം കിട്ടുമല്ലോ, നമുക്ക് പോയി വർത്താനം പറയാം. ഞാനെപ്പോഴും ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പോയിട്ട് തമാശകളോ കാര്യങ്ങളൊക്കെ പറയാം, അതിൽ നിന്നും ഞാൻ അതങ്ങ് മാറും, അതിൽ നിന്ന് മുക്തനാകും. അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും, അതിൽ നിന്ന് മാറിക്കള. കാര്യം അതിൽ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമാകും. ഒരുപാട് പേർക്ക് അത് കൂടുതൽ നാടകത്തിലുള്ള ആൾക്കാർക്ക് ആ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിദേശ തിയേറ്ററുകളിലാണ് കൂടുതൽ. ഒരു നാടകം തന്നെ 10-100 തവണയൊക്കെ ചെയ്തിട്ട് ആ ഒരു ഇൻഫ്ലുവൻസ് ചിലപ്പോൾ വരാം. നമുക്ക് ആ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു കണ്ടിന്യൂറ്റി ഇല്ലല്ലോ. ഇല്ല. ഇപ്പോൾ ഇന്നൊരു 3ാമത്തെ സീൻ എടുത്തു കഴിഞ്ഞാൽ 20ാമത്തെ സീനാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരാറില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ആ കഥാപാത്രത്തിൻ്റെ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അറിയാതെ നമ്മളിൽ ആ കഥാപാത്രം വന്നു ചേരും. അങ്ങനെയാണ്. അപ്പോഴാണ് ചില മാനറിസങ്ങളുണ്ടാകും. ഇതെങ്ങനെയാണ് നമ്മൾ ചില സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ എന്താ ഇതിങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. അതെ. ഈ മനോധർമ്മം എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്നതല്ലേ, അത് ഇതിൽ പ്രയോഗിക്കാം. പല കഥാപാത്രം നമ്മൾ കണ്ട ഒബ്സർവേഷൻ, നമ്മൾ കണ്ട ചില ആൾക്കാരെ ഇപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ, ജഗദീഷ് കുമാരൊക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരുടെ ചില ആക്ഷൻസൊക്കെ ചെയ്യും. അത് കൂടുതലും അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറുകൾ അങ്ങനെയാണ്. അപ്പം നമുക്കിപ്പോൾ കിരീടത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊരു മാനറിസം ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ. ഭരതത്തിൽ ചെയ്യാൻ പറ്റും. കാര്യം അത് ഒരു സൂക്ഷിച്ചൊക്കെ ആരെങ്കിലും പാടുന്നത് നമുക്ക് വേണമെങ്കിൽ അനുകരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 20 എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ ഒരു ആക്ഷനും ഞാൻ കൊണ്ടുവരാതിരുന്നത് കാര്യം അതിലെന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരോപിക്കപ്പെടും. അപ്പോൾ അതിനുള്ളൊരു ചലഞ്ച് കൂടെ ഉണ്ട്. ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ ദൃശ്യം 2 എന്ന് പറയുന്നതായിരുന്നു. അതായത് അദ്ദേഹം മുഴുവൻ കള്ളങ്ങളാണ് പറയുന്നത്, പക്ഷെ സത്യമായിട്ട് തോന്നണം മറ്റുള്ളവർക്ക്. പിന്നെ പുള്ളി പറയുന്നത് എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ അയാൾ എന്താണെന്നുള്ളത്. അപ്പോൾ അത് അതിനെ ഒരു ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജോർജ് കുട്ടി ആരാണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയാം. അല്ലെ ജോർജ് കുട്ടിയായിട്ട് മാറുമ്പോൾ നമ്മളങ്ങ് ജോർജ് കുട്ടി ആവുകയോ മോഹൻലാൽ മാറി നിൽക്കുകയാണ്, അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണ് പറയണത്. അതൊരു അദൃശ്യനാകുക എന്നൊക്കെ പറയുന്ന ചില കോൺസെപ്റ്റ് ഉണ്ട്. ആ സമയത്ത് അങ്ങനെ വരും അല്ലേ. നമ്മളൊരു ഹൈ മെഡിറ്റേഷനിൽ പോവുക, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് ഒരു അദൃശ്യനായിട്ട് വേറെ ആൾ വന്നിട്ട് ഡിസപ്പിയറിങ് ആക്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ അങ്ങനെയൊക്കെ ചില പേരുകളാണ് ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ പറയാമെന്നല്ലാതെ ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പിന്നെ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ട്, ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ രണ്ടാമതെടുക്കാം. പക്ഷേ നാടകത്തിലൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ള ആളാണ്. ഛായാമുഖിയും കർണഭാരവും എല്ലാം കഥയാട്ടം പിന്നെ നമ്മൾ ഒരുപാട് നമ്മൾ ഷോകളിലൊക്കെ ഒരുപാട് പ്ലേ ചെയ്യാറുണ്ട്. അല്ല അത്തരം പ്ലേയിലേക്ക് ഇനിയും പോകണമെന്നുണ്ടോ? ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ ഈ ബറോസ് ഉണ്ടായത്. ആരും ചെയ്യാത്തൊരു പ്ലേ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകം അഭിനയിച്ച് തുടങ്ങിയായിരുന്നല്ലോ അല്ലേ? ഇവിടുന്ന് മോഡൽ സ്കൂളിൽ നിന്നാണ് ഞാൻ 6ാം ക്ലാസ്സിൽ ബെസ്റ്റ് ആക്ടറായത്. പിന്നെ കോളേജ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു. പിന്നെ സിനിമയിൽ വന്നപ്പോൾ ബെസ്റ്റ് ആക്ടറായിരുന്നു. അല്ല ഈ കുട്ടിക്കാലത്ത് ഈ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിലക്കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് അഭിനയിച്ചു ചെയ്യുന്നത്. ഇപ്പം എന്നോട് അമ്മ പറയാതെ ഇങ്ങനെ ചെയ്യാണെന്നൊക്കെ, പക്ഷെ എൻ്റെ ഓർമ്മകളിൽ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു ആക്ടർ ആകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അങ്ങനെ അറിയാതൊരു ഡെസ്റ്റൈൻഡാണ്. അല്ലെ ഇനി അഭിനയമാണ് എൻ്റെ ജീവിതം എന്നുള്ള നിശ്ചയിക്കുന്നത് എപ്പോഴാണ്?
അല്ല ഇപ്പോഴും അറിഞ്ഞൂടാ ഇതാണോ എൻ്റെ അങ്ങനെയാണല്ലോ. അതിപ്പോൾ അങ്ങനെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനായിപ്പോൾ ഇതാണോ എൻ്റെ ജീവിതം എന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് പറയാണ്. ഇപ്പോൾ എന്തിനാണ് ഡയറക്റ്റ് ഇപ്പോൾ ഇനി ഡയറക്ടർ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക, ഒരു വലിയ ഐമാക്സ് സിനിമ ചെയ്യാം, ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുമായിരിക്കും. അല്ലാതെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം പണ്ട് ഉണ്ടായിരുന്നില്ല, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എല്ലാ ഹാപ്പനിങ്സ് ആണ്. അങ്ങനെ സത്യം, അതല്ലേ സത്യം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ലല്ലോ. നമുക്ക് പറ്റുന്ന ജയപരാജയങ്ങളെല്ലാം ഏത് കാര്യങ്ങളായാലും ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെയുള്ള ചില വാക്കുകളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്തല്ലേ. അതെ അതെ അതെ. നമുക്കൊരുപാട് ഇപ്പോൾ ട്രോമാസ് ജീവിതത്തിലുണ്ടാവും, നേച്ചറിലുണ്ടാവും. ഇപ്പോൾ ഉരുൾ പൊട്ടി, അല്ലെങ്കിൽ ഭയങ്കര പ്രളയം വന്നു, ഒരുപാട് നിരപരാധികൾ അതിൽ ഒലിച്ചുപോയി. എല്ലാവരും അപരാധികൾ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒന്നും അറിയാത്ത എത്രയോ പേര് മരിച്ചുപോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ആ നേച്ചർ അതങ്ങ് മാറി, വീണ്ടും അവിടെ മരങ്ങൾ വന്നു, പൂക്കൾ വന്നു, അതങ്ങനെ ആയി. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ട്രാവലിലും നമുക്കൊരുപാട് അപജയങ്ങളുണ്ടാകാം. നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടല്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങളോ അല്ലെ മറ്റുള്ളവരെയും പറ്റിയും പറയുന്നില്ല. ആ ജീവിതത്തിൽ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകണം. അതിന് നമുക്ക് അതിൽ പ്രയാസപ്പെട്ടിട്ടുള്ള കാര്യം എല്ലാം നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ലല്ലോ. നമുക്ക് വരുന്ന മോശക്കാര്യം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. നമുക്ക് വരുന്ന സങ്കടങ്ങളിലും ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ തിരുനോട്ടത്തിൽ നിന്ന് ബെറോസിലെത്തി നിൽക്കുകയാണ്. അന്നേരം ഒരു കുസൃതി ചോദ്യമാണ്, അഭിനയം ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും പോംവഴിയുണ്ടോ, വല്ല മരുന്നുണ്ടോ? അല്ല, അഭിനയിക്കാതിരിക്കുക സിനിമയിൽ അങ്ങനെയാണ് അല്ലേ. നമുക്ക് 2-3 ഇപ്പോൾ എൻ്റെ അടുത്ത് ശിവാജി സാർ പറഞ്ഞു ആക്ടർ ഷുഡ് ആക്ട് എന്നാണ്. അപ്പോൾ അത് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പുതിയ കാര്യങ്ങളിൽ നമ്മളങ്ങനെ ഒരു ബിഹേവിങ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ തീർച്ചയായും ഈ നാടകത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കർണഭാരൻ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഈയിടെ അത് എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, അത് ഏറ്റവും ഭയങ്കര സ്റ്റൈലിഷ് ആക്ടിങ് ആണ്. അത് ഏതൊക്കെ എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടതെന്നുള്ളത് അപ്പം അല്ല അങ്ങനെയാണ് വരുന്നത്. ഓരോരുത്തരനുസരിച്ചല്ലേ. ഇപ്പം നാടകം എന്ന് പറയുന്നത് അത് അഭിനയിക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഒരു കാര്യം അതിൽ ഇടയ്ക്ക് ക്ലോസപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. കണ്ടിന്യൂറ്റിയിൽ അങ്ങനെ പോവുകയല്ലേ, അതിന് ബ്രേക്കില്ല. രണ്ടും രണ്ട് രീതിയാണ്, നാടകവും സിനിമയും അഭിനയം അല്ലേ. അങ്ങനെ അല്ലാത്തവർക്കും ഉണ്ടാകാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം രണ്ടും രണ്ടായിട്ടാണ്. കാര്യം കൂടുതലും ഞാൻ സിനിമയിലുള്ള ആളാണ്. നമുക്ക് സ്റ്റേജിൽ പോകുമ്പോൾ ഒന്ന് കുറച്ച് എപ്പോഴും ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടാകും. അത് അതിൻ്റെ ഒരു ഭംഗിയാണ്. നമുക്കൊരു വല്ലാത്ത ഇപ്പോൾ ഈ കർണഭാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലാക്ക് ഔട്ട് എന്ന് പറയും. ഒരുപാട് ആക്ടേഴ്സ് കൂടുതൽ ഡാൻസൊക്കെ ചെയ്യുന്നവർക്കുണ്ടാകും. കർണഭാരത്തിൽ ഒന്നാമത് ഈ സംസ്കൃതം കുറച്ച് പറഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് എനർജറ്റിക് ആവും. കാര്യം ഒരു പ്രത്യേക ഭാഷയല്ലേ എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കുറേ സമയം ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇന്ദ്രൻ വന്നിട്ട് വേഷം മാറി വന്നിട്ട് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അടുത്ത ഡയലോഗ് അറിയില്ല. അപ്പോൾ എന്താ പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ അത് തമിഴിൽ പറയാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. അതെന്താണ് എന്ന് പറയുന്ന സമയത്താണ് ദൈവം ആ വരുന്ന സമയത്ത് നമ്മളിലേക്ക് തോന്നിപ്പിക്കും. അത് പറഞ്ഞു. അത് ഞാൻ ആദ്യം ചെയ്ത സമയത്ത് അവർ എൻ്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് 1 പ്രാവശ്യം കൂടെ ചെയ്യിച്ചു. 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു എനിക്ക്. അങ്ങനെ ആരും ചെയ്യാറില്ല. 1 പ്രാവശ്യം തന്നെ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ആലോചിച്ച് പോയ ആളാണ്. അതൊരു എന്താ പറയുന്നത്, ഒരു ദൈവാനുഗ്രഹം, നിയോഗം അല്ലേ. എല്ലാം അതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൻ്റെ രസം എന്താണ്? അതൊരു വലിയൊരു ചോദ്യമാണ് അല്ലേ. ജീവിക്കുക എന്നുള്ളതാണ് രസം അല്ലേ. ഏറ്റവും ഒരു നല്ല മനുഷ്യൻ എന്നുള്ളതിൻ്റെ ടെർമിനോളജി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പലരും പറയും ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയും. ജീവിതത്തിൻ്റെ രസം എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്ന നല്ല സൗഹൃദങ്ങൾ, പിന്നെ നല്ല കുടുംബം, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നല്ലതായിട്ട് വരുമ്പോഴേ മാത്രമല്ലല്ലോ, പിന്നെ അതിലുള്ള സങ്കടങ്ങളെല്ലാം കൂടെ ഒരു സമ്മിശ്രിതമായ കാര്യങ്ങളാണ്. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ. നിങ്ങളിലാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആനന്ദം കണ്ടെത്തുന്നതാണോ അതോ സ്വാഭാവികമായിട്ട് വരുന്നതാണോ? ഏതാണ് ആനന്ദം? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ. നിങ്ങൾ ഏതിലാണ് ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അല്ലാതെ എങ്ങനെയാണ്? നമ്മളിൽ തന്നെ ഉണ്ട് ആനന്ദവും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക്
ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും, ചില ഓരോരുത്തർക്ക് ഓരോ വ്യക്തികളും ഓരോ തരത്തിലല്ലേ. അപ്പം നിങ്ങളുടെ ആനന്ദത്തിലേക്ക് ഞാൻ കൈകടത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എങ്കിലും ഈ നമ്മുടെയൊക്കെ ചുറ്റും എപ്പോഴും സൗഹൃദമുണ്ട്, നമ്മുടെ ബന്ധുക്കൾ കുടുംബ അംഗങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നാറില്ലേ? തനിച്ചാണെന്ന് തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നാറില്ലേ? ഇത്തരം വളരെ നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ആരുമില്ല എന്ന തോന്നലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഏകാന്തത ഇഷ്ടപ്പെടും. ഇരിക്കാം. അന്നേരം എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമോ? ഒന്നും ജില്ലയിലും വെറുതെ ഇരിക്കാം. അതൊരു ഭാഗ്യമാണ്. കാര്യം ബോറടിക്കാൻ എനിക്കങ്ങനെ ബോറടിക്കുന്ന ഒരാളല്ലേ അല്ല. ഒരു മുറിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ എല്ലാവരും സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ ഞാൻ പോയി കുക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിന് വേണ്ടി വായിക്കില്ല. എനിക്കങ്ങനെ ഇരിക്കാൻ പ്രയാസമുള്ളതല്ല. അപ്പോൾ തനിച്ചാകൽ എന്ന് പറയുന്നത് ഓൾറെഡി തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് പിന്നെ തനിച്ചാകൽ ഒരു പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. തനിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് ഒരുപാട് പേരിനെക്കാട്ടിലും തനിച്ചിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഒരുപാട് യാത്രകളും ആത്മീയ ചിന്തകളും അത്തരം പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്ന ആളാണ്. ഈ ജീവിതം നിരർത്ഥകമാണെന്നും എല്ലാം മായയാണെന്നും ഒരു വാദമുണ്ട്. എന്തു പറയുന്നു? നമ്മൾ അതിനെക്കുറിച്ച് മായാവാദം അല്ല, ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയറികളുണ്ട്. അല്ല, ജീവിതത്തിനൊരു അർത്ഥമില്ല. അത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ്. ഇപ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ടോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ല എന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. അവരൊക്കെ ഇത് എഴുതിയിരിക്കുന്നവർക്ക് അവരുടെ ഫിലോസഫിയാണ്. അപ്പോൾ അങ്ങയുടെ ഫിലോസഫിയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, ഇപ്പം എൻ്റെ കുടുംബം, അതിനെ നന്നായിട്ട് കൊണ്ടുപോവുക എന്നൊക്കെ ഉള്ളതായിരിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴാണ് നമ്മളിത് ആലോചിക്കുന്നത്. ഒരു ഭയങ്കരമായ അസുഖം വന്നു, അപ്പോഴൊക്കെ അല്ലേ നമ്മൾ ദൈവമേ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഈ ജീവിതത്തിൽ എന്താണ് അർത്ഥം എന്നൊക്കെ ആലോചിക്കും. അത്തരം ഒരു കാര്യങ്ങൾ ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാമല്ലോ. നമുക്ക് ഈ പറയുന്ന പോലെ ഇത് മായയാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ആ സമയം ആ ഒരു കോണ്ടസ്റ്റിലാണ്. ഇപ്പോൾ ഒരാൾ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമാണ് കേട്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യില്ല. അത് പിന്നെ ഒരു മായയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനായി പോകും. പിന്നെ ഇത്തരം ചിന്തകളില്ലാതെ വളരെ പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കൊണ്ടായിരിക്കാം നമുക്ക് അഭിനയിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വളരെ എന്തെങ്കിലും നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പതറാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾ പറയണം നിങ്ങളെപ്പറ്റി ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ്, രണ്ട് ടേമാണല്ലോ. ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പോകുമ്പോഴാണ് കോംപ്ലിക്കേഷൻ പോകുന്നത്. നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ ആൾക്കാർ ചിലപ്പം നിയന്ത്രിക്കും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുക. പിന്നെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മളെല്ലാവരും പെർഫെക്റ്റ്, എന്താണ് പെർഫെക്റ്റ് എന്ന് അറിഞ്ഞുകൂടാതെ പെർഫെക്റ്റിനെ പറ്റി സംസാരിക്കാൻ എനിക്കറിയില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും അവരുടെ വാസനകളുണ്ട്, അതിൻ്റെ ചില ഗുണഗണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരാൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാൾക്ക് ശരിയായിട്ട് തോന്നാം, ഒരാൾ ചെയ്യുന്ന ശരി മറ്റൊരാൾക്ക് തെറ്റായിട്ട് തോന്നാം. ഇതിൻ്റെ ഇടയിൽ എന്താ പറയുന്നത്, ഒരുപാട് ടേമുണ്ട്. ബീയിങ് എന്ന് പറയും, മിഡിൽ എന്ന് പറയും, നടുക്ക് നിൽക്കുക എന്ന് പറയും. അങ്ങനെ നടുക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഏറ്റവും താഴെയും ഏറ്റവും മുകളിലും പോകാതെ മിഡിൽ. പണ്ട് കുട്ടനാട് ഭാഷയിൽ ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കാതെ വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കില്ലേ, ഈ ബീയിങ് ഇൻ ദ മിഡിൽ എന്ന് പറയുന്ന ഒരു. ഇപ്പോൾ വേർപാടുകൾ വരുമ്പോൾ, വളരെ ഉറ്റവരല്ലേ അടുത്ത ആൾക്കാരുടെ വേർപാടുകൾ വരുമ്പോൾ ഒരു അന്തിമാഞ്ജലി അർപ്പിക്കാൻ നേരി പോകണമെന്നുണ്ടോ, അതോ മനസ്സിലാണോ അത് ചെയ്യേണ്ടത്? എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. എൻ്റെ മടിയിലേക്ക് വരുന്ന പത്മരാജൻ, പിന്നെ എൻ്റെ ഫാദർ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു ആദ്യമായിട്ടല്ല എന്ന് ചിന്തിച്ചാൽ ഞാനും മരിക്കുന്ന ഒരാളാണ് അല്ലേ. എത്ര നാൾ ജീവിക്കുന്നത് എനിക്കും അറിയില്ല, എല്ലാവരും. അപ്പം അതിൻ്റെ രഹസ്യങ്ങളിലേക്കൊക്കെ പോകാതെ ഉള്ള കാലം സുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് തീർച്ചയായും ഒരാൾ പിന്നെ നമ്മുടെ ഉറ്റവരോ അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരാളോ ഒക്കെ മരിക്കുന്ന സമയത്ത് നമുക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പോകാൻ. ഇപ്പം ഞാൻ ഇവിടെ 2 ദിവസത്തിന് മുമ്പ് ഉള്ളൊരു പ്രോഗ്രാമിൽ ഗാന്ധിമതി, എനിക്ക് വളരെ എത്രയോ വർഷത്തെ പരിചയമുള്ളതാണ്. പക്ഷേ എനിക്ക് ഒരിക്കലും എത്താൻ പറ്റാതായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും അവരുടെ ഫാമിലിയെ കാണുമ്പോൾ. അപ്പോൾ അത് അവരോട് നേരിട്ട് പറഞ്ഞു എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലിപ്പം
നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് ഇപ്പോൾ വിദേശത്തുള്ള എത്രയോ പേര് അച്ഛനും അമ്മമാർ മരിച്ചിട്ട് അവർക്ക് വരാൻ പറ്റാതെ, അതും ഒരു നിയോഗമാണ് അതിൻ്റെ അവിടെ എത്തുക. പിന്നെ ഇതെല്ലാം പണ്ടത്തെ കാലങ്ങളിൽ കൂടെ ചിന്തിക്കുമ്പം ഒരു കൂട്ടുകുടുംബമായിരുന്നു, അവിടെ തന്നെ ആയിരുന്നു, അവിടെ കർമ്മങ്ങൾ ചെയ്യാൻ ആൾക്കാരുണ്ട്, അതെല്ലാം മാറിപ്പോയല്ലോ. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്ന കാര്യം ഒരു യു ആർ ബോൺ ടു ഡൈ എന്ന് പറയും. നിങ്ങൾ ജനിച്ചത് തന്നെ മരിക്കാനാണ്. പിന്നെ ഇതിൻ്റെ രഹസ്യം ആർക്കാണ്? നിങ്ങൾ എങ്ങനെയാണ് ജനിച്ചതെന്ന് അറിയില്ലല്ലോ. അല്ല, അതുപോലെയാണ് എങ്ങനെയാണ് ജനിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെയാണ് എങ്ങനെയാണ് മരിച്ചതെന്ന്. ജീവിതത്തിൻ്റെ അർത്ഥം ആർക്കും അറിയത്തില്ല. അതാണ് അതിൻ്റെ കഥ. ഇപ്പോൾ ഒരുപാട് സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് വരുന്നു. പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ സ്ഫടികമാണെങ്കിൽ ഇപ്പം മണിച്ചിത്രത്താഴ് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നു. അന്നേരം ഇങ്ങനെ ഇത് ചെയ്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ വേറെ പേരെടുത്ത് പറയാനുണ്ടോ? അതോ ഈ ചിത്രങ്ങൾ വന്നത് തന്നെ വലിയ അത്ഭുതമാണ്. കാര്യം ഇതിൻ്റെ പിന്നെ എന്താണ് പറയേണ്ടത്, ഇതിൻ്റെ ഫിലിമില്ലായിരുന്നല്ലോ ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ നെഗറ്റീവ് ഒന്നും ഒരിടത്തുമില്ല. ഒരുപാട് സിനിമകളുടെ ഇല്ല. അതൊന്നും പ്രോപ്പറായിട്ട് ഇവിടെ ഒരു ആർക്കൈവ് ഇല്ല. അതിപ്പോൾ ഒരു വലിയ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ ഇങ്ങോട്ട് കേരളത്തിലേക്കും വരികയാണ്. ഇത്തരം സിനിമകൾ റിസ്റ്റോർ ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു. അത് വലിയ ഹോളിവുഡിലെ വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ അരവിന്ദൻ്റെ കുമ്മാട്ടിയൊക്കെ ഇപ്പോൾ അവർ 20 ചെയ്യുന്നുണ്ട്. അവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നെ വിളിച്ചിരുന്നു, അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത്തരം സിനിമകൾ അത്തരം ക്ലാസിക്കുകളായിരിക്കും. നമുക്ക് മണിച്ചിത്രത്താഴൊക്കെ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അവരൊന്നും അത് ഡിജിറ്റൽ ഫോർമാറ്റിലോട്ടൊന്നും അന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല. പല ലാബുകൾ അടച്ചു, പല സ്റ്റുഡിയോകൾ അടച്ചു. ഇതൊക്കെ എവിടെയോ കൊണ്ടിട്ടു. ഇത് പ്രോപ്പറായിട്ടന്ന് ഒന്നും അവർ ചെയ്തില്ല. ഈ 3 സിനിമകൾ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത്തരം ചിത്രങ്ങൾ വീണ്ടും വരട്ടെ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 6-ാം തമ്പുരാൻ അവർ ചെയ്യുന്നുണ്ട്. ശരി. അപ്പം അതൊരു ട്രെൻഡാണ്. അത് എത്ര നാൾ അങ്ങനെ എല്ലാവരും കാണുന്നല്ല. ഇവരെല്ലാം കണ്ട കാര്യങ്ങൾ അതിലൊക്കെ കൂടുതലും സൗണ്ട് എന്ന് പറയുന്നതാണ്. പുതിയ ഡിജിറ്റൽ അതിലേക്ക് സൗണ്ടിലേക്ക് മാറ്റി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിത്രം എന്നൊരു സിനിമ നമുക്കിത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതൊന്നുമില്ല, എല്ലാവരും പോയി കഴിഞ്ഞു. അങ്ങനത്തെ അപ്പം പറ്റുന്ന സിനിമകൾ അവർ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു വലിയ പ്രക്രിയയാണ്. അത് ചെയ്തിട്ട് തിയേറ്ററിൽ വന്നിട്ട് അത് ഓടണം, അല്ലെങ്കിൽ അതും സങ്കടമായി പോകും. ഇപ്പോൾ ഭരത് ഗോപിയേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ഈ സുകുമാരൻ ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിച്ചു. ഇപ്പോൾ അവരുടെ മക്കളുടെ കൂടെ പ്രവർത്തിക്കുന്നു, അഭിനയിക്കുന്നു. എന്ത് തോന്നുന്നു? ഞാൻ ഒരു സിനിമയിൽ ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ 7, 8, 9 പേര് കൂടെ ഉണ്ട്. അവരുടെ എല്ലാവരുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജഗതി ചേട്ടൻ അതിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മുകേഷ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വിജയരാഘവൻ ഉണ്ടായിരുന്നു, NN പിള്ള സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു. ഇതെല്ലാവരുമായിട്ട് ഞാൻ നല്ല സ്നേഹത്തിലുമായിരുന്നു. പിന്നെ ഉണ്ട് പിന്നെ ഇന്ദ്രൻ്റെ അതുകൊണ്ട് ബിജു മേനോൻ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പം ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നോക്കിയപ്പം അതിലെ ആക്ടറും അതിലെ അസോസിയേറ്റ് ഡയറക്ടറാണ് ബിനു പപ്പൻ എന്നാണ്. അപ്പം എനിക്ക് കൊണ്ട് ഫോട്ടോ കാണിച്ചു, എൻ്റെ മടിയിലിരിക്കുന്നു. പപ്പുവേട്ടൻ്റെ മകനാണ്. അങ്ങനെ ഒരുപാട് പേരുടെ കുട്ടികളായിട്ട് അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം. ഞങ്ങൾ ഇന്നലെ ചെയ്ത ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ കൂടെ പറയാം, ഉണ്ണികളെ ഒരു കഥ പറയാം എന്നുള്ള സിനിമയിൽ അഭിനയിച്ച എല്ലാ കുട്ടികളെയും 37 വർഷത്തിന് ശേഷം നമ്മൾ വരുത്തി. എനിക്കൊന്ന് ലോകത്ത് അങ്ങനെ ഉണ്ടാവില്ല. സൗണ്ട് ഓഫ് മ്യൂസിക്കിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അത്രയും കുട്ടി ഒരാൾ മാത്രം കിട്ടിയില്ല, അയാൾ മിസ്സിങ് ആണ്. പക്ഷേ അവർ ഓസ്ട്രേലിയയിൽ നിന്നും 2 പേര് ഓസ്ട്രേലിയയിൽ നിന്നാണ് വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവരുടെ 37 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർക്കും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അത് ലോകത്തിൽ ഇനിയും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അത്രയും കുട്ടികളൊക്കെ വലുതായി, അവർക്ക് കുട്ടികളായി. അപ്പോൾ 37, അതിൽ 5ഉം 6ഉം ഒരു 10 വയസ്സിനുള്ളിലുള്ള കുട്ടികളാണ്.